എല്ലാവരും പക്ഷി മൃഗാദികളുടെ ഒക്കെ സൗണ്ടും അതുപോലെ നമ്മുടെ എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസിനെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മെഡിറ്റേഷൻ ആണ് കഴിഞ്ഞത്. എല്ലാവരും അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നല്ലൊരു മൈൻഡ് സെറ്റും അതുപോലെ തന്നെ നല്ല ഡ്രീംസും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് പ്രൂവ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഇന്ന് നമുക്ക് തന്നെ ഉണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പല ഫിസിക്കൽ മീറ്റിൽ പോയി കഴിഞ്ഞാലും അത് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു പ്രഭാതം തുടങ്ങി നമ്മളൊരു ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സപ്ലിമെന്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൂടി റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തേത് എല്ലാർജനാണ്. ഞാൻ ഓരോ ദിവസം മാറി മാറിയിട്ടാണ് ചെയ്യുക. നാളത്തെ ദിവസം ഗാനോഡർമ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും. ഗാനോഡർമ അതുപോലെ തന്നെ നമ്മുടെ അലോവേര ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാവരും ശീലിക്കുക. അപ്പോൾ നമ്മുടെ ബിസിനസ്സും ഗ്രോ ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് കാലം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും പുതിയ വർഷം എങ്ങനെ ആവണം, നമ്മളുടെ ഓരോ ഗോൾ സെറ്റും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ലീഡേഴ്സുമായിട്ട് ഇരുന്ന് മെന്ററുമായിട്ട് ഇരുന്ന് നമ്മൾ ശരിക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഗ്രോത്തിൽ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് വെസ്റ്റീജ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പല ആളുകളിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് വെസ്റ്റീജ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുന്നേ എന്നോട് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇന്ന് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തെ എല്ലാ സ്ഥലത്തും വെസ്റ്റീജ് എന്നുള്ള ഒരു പേര് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. കാരണം നെറ്റ്വർക്കിനെ സംബന്ധിച്ചിട്ട് അത് കേൾവി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയും അങ്ങോട്ട് സീരിയസ് ആയിട്ടൊന്ന് എല്ലാവരും നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മുറുകെ പിടിക്കുക. ഇനി 2026 എങ്ങനെ ആവണം, ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കൊന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ടീം വൈസിൽ തന്നെ ഇരുന്ന് അതൊന്ന് സെറ്റ് ചെയ്യുക. അതിനെ കുറിച്ചിട്ടൊക്കെ ഇന്ന് കുറച്ച് കാര്യമായിട്ട് പറയാൻ ഇന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ഷാജി മിഥിൽ സാറ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും സുപരിചിതനാണ്. വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തതാണ്. പ്ലീസ് വെൽക്കം ഷാജി സാർ. വെൽക്കം സാർ. താങ്ക് യു വിനോദ്. 57 പേരായിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡർ ആയിട്ട് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് കയറുന്നുണ്ടാവും. ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് എല്ലാവർക്കും. നമ്മൾ നാളെ മുതൽ CEP നമ്മുടെ ടീം ലീഡേഴ്സാണ് ചെയ്യുക. അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇന്ന് തുടങ്ങിയതെന്നേ ഉള്ളൂ. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ 2026 എങ്ങനെ വരവേൽക്കാം, എങ്ങനെ വരവേൽക്കാന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും പോലെ കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലേ. ഇന്നാണ് കുറേ ആൾക്കാർ ജിമ്മിന് ചേരാൻ പോകും, നാളെ ജിമ്മിനൊക്കെ ചേരും. ഈ വർഷം കുറച്ച് ഉഷാറാക്കണം. വെള്ളം അടിക്കുന്ന ആൾക്കാർ കള്ളുകൂടി നിർത്തുന്നുണ്ടാവും. പല തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളായിരിക്കും അല്ലേ. ഇനി അടുത്ത വർഷം 2026 വർഷം ഒന്ന് ഉഷാറാക്കണം എന്നൊക്കെ തീരുമാനം എടുത്തിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് നമ്മൾ പലതും തുടങ്ങാറുണ്ട്. അതുപോലെയല്ല ഞാൻ പറയുന്നത്, അത് സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നത് മാത്രമാണ്. ഞാൻ ഈ പറയുന്നതല്ല, ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ ആക്ച്വലി ഡിസംബർ മാസം നമ്മുടെ ടീം 1-ാം തീയതി തൊട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൽ വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തൊരു ക്വാളിഫിക്കേഷൻ കൂടെ വരാൻ പോവാണ്. അപ്പോൾ ഈ മാസം നമ്മൾ വിചാരിച്ച അതേ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കിട്ടിയിട്ടുണ്ട്, ഒരു മാറ്റമില്ലാതെ. പറഞ്ഞ ആൾക്കാരെല്ലാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്വാളിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ ഡിസംബർ മാസം 1-ാം തീയതി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം ഇന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റും. അത് ടാർഗറ്റ് ചെയ്തു, അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ കൂടെ നിന്നപ്പോൾ അത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ഈ 2026 നമ്മൾ അതുപോലെ തന്നെ തീരുമാനിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് ഈ മാസം ക്വാളിഫിക്കേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഏത് പിന്നായിക്കോട്ടെ, ഇന്നലെ രാത്രി ജോയിൻ ചെയ്ത ആളായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ചെറുതായിട്ടെങ്കിലും പിൻ ലെവൽ എന്ന് വെച്ചാൽ തുടക്കക്കാരൻ സ്ഥിതിക്ക് ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് 8% തുടങ്ങാൻ പറ്റും.
8% കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ലക്ഷ്യം ഒരു 12%-ത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം. 12% നിൽക്കുന്ന വ്യക്തികൾ എങ്ങനെയെങ്കിലും അത് 16%-ത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ടീം സ്ട്രക്ചർ ആക്കുകയാണെങ്കിൽ അത് ബ്രോൺസ് സെലക്ടറിലേക്ക് പോകാൻ ശ്രമിക്കുക. ബ്രോൺസിൽ നിൽക്കുന്ന എല്ലാവരും ഈ മാസം ഒന്ന് സിൽവറിലേക്ക് പോകാൻ ശ്രമിക്കണം. സിൽവറിൽ നിൽക്കുന്ന വ്യക്തി ഗോൾഡിലേക്ക് പോകാനും, ഗോൾഡിൽ നിൽക്കുന്ന വ്യക്തി സ്റ്റാറിലേക്ക് പോകാനും. ഗോൾഡിൽ നിൽക്കുന്ന വ്യക്തി സ്റ്റാറിലേക്ക് പോകാൻ ഞാൻ നിർബന്ധിക്കത്തില്ല. അത് നിങ്ങളെ ബിസിനസ് നോക്കി ചെയ്താൽ മതി. കാരണം ഗോൾഡ് വരെയാണ് നമുക്കിതിൽ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടത്തുള്ളൂ. ഗോൾഡ് കഴിഞ്ഞാൽ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടത്തില്ല. അതുകൊണ്ട് അതിനപ്പുറം പോകാൻ ഞാൻ പറയത്തില്ല. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ നെഗറ്റീവ് കാണും, എന്നേക്കാളും മുന്നോട്ട് പോകുന്നതിൽ ചിന്തിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. ഇതിൽ ടീം ബിൽഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ ബോണസ് നമുക്ക് 3 ടൈപ്പുകാർക്കേ ഉള്ളൂ. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു ഇൻകമാണ്. ഓക്കെ, വലിയൊരു ഇൻകം കിട്ടും ടീം ബിൽഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ. ഡയറക്ടർ ബോണസിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ഇൻകമാണ് ടീം ബിൽഡിംഗ് ബോണസ്. അതുകൊണ്ടാണ് ഗോൾഡ് ഡയറക്ടർ വരെ നിൽക്കാൻ പറഞ്ഞതും. അവിടെ വെച്ച് സ്ട്രക്ചർ ചെയ്ത് നല്ല ടീമായ ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതുവരെയുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. അത് LOB വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതിനപ്പുറം പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, എനിവേ നമുക്ക് ഈ വർഷം 2026 നമുക്ക് നാളെ മുതൽ തുടങ്ങുവാണ്. ഇന്ന് ഏകദേശം ബിസിനസ് മാസം അവസാനിക്കുകയാണ്. പർച്ചേസിങ് ഇന്ന് ലാസ്റ്റാണ്. നാളെ ഒന്നും ഉണ്ടാവത്തില്ല. നാളെ ആരും പർച്ചേസിങ് ചെയ്യേണ്ട. നാളെ നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട. എന്ന് വെച്ചാൽ ബില്ലിംഗ് ഒന്നും ചെയ്യേണ്ട. നാളെ ഒരു ക്ലോസിംഗ് ഡേറ്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക. മറ്റന്നാൾ മുതൽ 2-ാം തീയതി മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിലുള്ള ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ സാധാരണ 16% നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. ഒരുപാട് ആൾക്കാർ 16% വർഷങ്ങളായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. 16% ആയിട്ട് പോലും ബ്രൗൺ സെലക്ടർ ആവാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് അത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എത്താൻ സാധിക്കും. ഞാൻ ഒരുപാട് ആൾക്കാരുടെ പേര് എഴുതി വെച്ച് അവരെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ 2026 ജനുവരി 25-ന് നടക്കുന്ന അവാർഡ് ഫംഗ്ഷനിലേക്ക് നിങ്ങൾ പങ്കെടുക്കാനും ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്തുകൊണ്ട് ആ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്ന ആൾക്കാർ, ബ്രൗൺ സെലക്ടറായിട്ട് ഏതെങ്കിലും പിൻ അച്ചീവ് ചെയ്ത സ്റ്റേജിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾ പോകാനും അവിടെ നിങ്ങളോടൊപ്പം ഒരു 5-6 വ്യക്തികൾ കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം വലിയൊരു ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? വലിയൊരു ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഒരു 5-6 വ്യക്തികളെങ്കിലും മിനിമം അവിടെ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാനും അവരെ FREന് പങ്കെടുപ്പിക്കാനും സാധിക്കുന്നുണ്ടോ? പങ്കെടുത്താലും ഇല്ലെങ്കിലും അവർ വിജയിക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ അവാർഡ് ഫംഗ്ഷനിലേക്ക് നിങ്ങൾ പിൻ ലെവൽ അച്ചീവ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നു. പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബ്രൗൺ സെലക്ടർ ആവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായി. പക്ഷെ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ രീതിയിൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്ത് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കത് ചെയ്യാം. എങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഇതിൽ നിങ്ങളൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കുക. ഉറച്ച തീരുമാനമായിരിക്കണം. വെറുതെ ഒരു മോട്ടിവേഷന് വേണ്ടി പറയാനാവരുത്. പറഞ്ഞ ആൾക്കാർ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കത് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? 100% ഗ്യാരണ്ടിയോട് പറയാം. കണ്ടിന്യൂ ആയിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരുപാട് പുതിയ ആൾക്കാർ, ലേറ്റസ്റ്റായി ജോയിൻ ചെയ്ത ഒത്തിരി ആൾക്കാർ, സ്ഥിരമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പേരുകളെല്ലാം പേരിപ്പം വിളിക്കുന്നില്ല. വിളിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയേണ്ട വെച്ചാണ്. ഒരുപാട് പുതിയ ആൾക്കാർ നല്ല സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിച്ച് വന്നിട്ടുണ്ട്. അവരെല്ലാവരും അത് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഈ മാസം ചെയ്യേണ്ടത്, നിങ്ങളെല്ലാവരും നിങ്ങൾ ഏത് പിൻ ലെവലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചിട്ട് ക്രൗൺ ഡയറക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ UCD ആവണമെന്നല്ല ആഗ്രഹിക്കാൻ ഞാൻ പറഞ്ഞിട്ട്. നമ്മളെ ബിസിനസ്സിൽ വന്ന ആ സമയം നമുക്കുണ്ടാകുന്ന ടീമിൻ്റെ സ്ട്രക്ചർ എണ്ണം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നുണ്ടാവും ഏതെങ്കിലും ലെവലിലേക്ക് പോകാന്നുള്ളത്. ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, എന്നോട് പറയാം. എനിക്ക് ഈ മാസം ഒരു പിൻ ലെവൽ പിടിക്കണം, അല്ലെങ്കിൽ ഒരു 12% എത്തണം, അല്ലെങ്കിൽ ഇത്ര ശതമാനം ആവണം എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉപയോഗിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് ടൈപ്പ് ചെയ്യുക. റെഡിയാണെന്ന് പറഞ്ഞ് പോയ ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങളുടെ ലീഡേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തില്ല. എല്ലാ ലീഡേഴ്സും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് എത്താൻ സാധിക്കൂ. ഇന്ന് കേരളത്തിലെ ഓരോ ലീഡേഴ്സും ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്താണ്. നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ക്യാപ്റ്റൻ അടക്കം SP ബലൻ സാർ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിലൂടെ ബിസിനസ് വിജയിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മളത് പ്രൂവ് ചെയ്തു. അദ്ദേഹം അടക്കം അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ജ്യോതിഷ് സാർ എനിക്ക് എപ്പോഴും ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്, നീ അത് പ്രൂവ് ചെയ്തു,
ആർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, പല ആൾക്കാരും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇതിൽ എക്സ്പേർട്ടാണ്. ഓൺലൈൻ ബിസിനസ്സിലൂടെ വീട്ടിലിരുന്നുകൊണ്ട് ഈ ബിസിനസ് സക്സസ് ആവാൻ പറ്റുന്ന എക്സ്പേർട്ടായി മാറിക്കഴിഞ്ഞു, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ ലീഡേഴ്സും ശ്രദ്ധിക്കുക. ഇവിടെ റെഡിയാണെന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ ഡൗൺലൈൻസ് ഉണ്ടെങ്കിൽ ഒരു പേര് നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കട്ടോ, അപ്ലൈൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡൗൺലൈൻസ് ആരെങ്കിലും റെഡി എന്ന് ടൈപ്പ് ചെയ്തിട്ടെങ്കിൽ അവർ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. പറ്റുമെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ നോക്കുന്നില്ല കേട്ടോ, ഞാൻ റെഡി എന്ന് കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും പേരൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല. ഓക്കെ, ലീഡേഴ്സ് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ നിങ്ങൾ ഒരു ബ്രോൺസ് സെലക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ കരീം മുസ്ലിയാർ പറഞ്ഞൊക്കെ നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ പെട്ടെന്ന് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ ഈ മാസം കുറച്ച് തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്യത്തില്ല. ഈ മാസം മകൻ്റെ കല്യാണം ആയതുകൊണ്ട്. എങ്കിലും അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസം ക്വാളിഫൈ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ബ്രോൺ സെലക്ടർ ആവണമെങ്കിൽ ആവാം. ടീം ജോയിൻ, ഒരു വ്യക്തി ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ അദ്ദേഹത്തിൻ്റെ താഴെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ, പർച്ചേസിങ്ങിൽ എത്തിയിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് അത് ആവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും ആവാൻ സാധിക്കും, നിങ്ങൾ അതിനുള്ള കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇതിൽ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ മാസം ഒരു ടാർഗറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂ വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിലെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, ഇത്ര ശമ്പളം പറയുന്നുണ്ടെങ്കിൽ, നമ്മളത് എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്ക് ജോലിക്ക്, രാത്രി വരെ ജോലി, വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ നമ്മൾ എത്രയോ കമ്മിറ്റഡ് ആണ്. അന്നേരം നമുക്ക് കുട്ടികളുടെ എക്സാമും ഒരു കാര്യം എക്സ്ക്യൂസും പറയത്തില്ല. ഒരു അസുഖം വന്നാൽ പോലും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കും ലീവ് എടുക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ ആരെയും ഒരാൾ ഭയക്കുന്നുണ്ടാവില്ല, ഒരു ബോസിനെ ഭയക്കുന്നുണ്ടോ, കമ്പനിയുടെ മുതലാളിയും അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസർമാരെ ഭയക്കുന്നത് കൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് ചിട്ടയോടെ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ്, അങ്ങനെ പ്രശ്നം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വിജയിക്കാൻ ഈ ബിസിനസ്സിൽ ആൾക്കാർക്ക് ബാക്കോട്ടായി പോകും. വിജയിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്, ഇവിടെ ബോസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ നിങ്ങൾ ഇവിടെ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബിസിനസ്സിൽ നമ്മളൊരു മടിയന്മാരായി മാറുന്നത്. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ആർക്കും ഒന്നും പൈസ കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വാല്യൂ ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു 50,000 കൊടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 തിരിച്ചു പിടിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ശരിയല്ല? 50,000 രൂപ കൊടുത്ത വെസ്റ്റേജ് ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, 50,000 രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. അത് ആരെങ്കിലും കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് 50,000 തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ജോയിനിങ് ആക്കുന്നുണ്ടോ? ശരിയല്ലേ? ഇതാണ് ഈ മറ്റുള്ള കമ്പനികൾ 30,000 പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള വർക്ക് നിങ്ങൾ ചെയ്യും. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയും അത് തിരിച്ചു പിടിക്കാനുള്ള വർക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് ആ ബിസിനസ് ഇത്രയും ഗ്രോത്തിലേക്ക് പോകുന്നത്. ഫോറവർ പോലത്തെ കമ്പനിയൊക്കെ 30,000 പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ 30,000 തിരിച്ചു പിടിക്കാനുള്ള മൈൻഡ് സെറ്റിൽ പോകും. തിരിച്ചു പിടിക്കുന്നുണ്ടാവും വേറെ ആളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ. പക്ഷേ പിന്നെ നിങ്ങളെ ബിസിനസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. കാരണം അതിനപ്പുറം നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർ മൂവ് ചെയ്യും, അവർ വിജയിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് അത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ഇത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോകുന്നത്. അല്ലെങ്കിൽ വെസ്റ്റീജ് ബിസിനസ്, വെസ്റ്റീജ് കമ്പനി, വിന്നിങ് ടീം എന്ന ഓർഗനൈസേഷൻ വളരെ ഈസി ആയിട്ട് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ ലെവലിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, നിങ്ങൾക്ക് ഇപ്പം ചെറിയൊരു 300, 400, 500, 1000 രൂപയൊക്കെ ആയിരിക്കും ഇന്ന് പല ആൾക്കാർക്കും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കാരണം ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്ത ആൾക്കാരും കുറച്ച് ടീം ഇല്ലാത്ത ആൾക്കാരും ചെയ്ത് അങ്ങനെ ആ വ്യക്തിക്ക് നേരെ ബ്രോൺസ് സൈഡിലേക്ക് പോയി 4,000 രൂപയുടെ ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ 4,000 രൂപ ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിക്ക് ടീം ബിൽഡിംഗ് ബോണസ് ഉണ്ടെങ്കിൽ ഒരു 7,000, 8,000 വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? അവർ കുറച്ച് കഴിയുമ്പോൾ സിൽവറിലേക്ക് പോകുന്ന സമയത്ത് ഒരു 10, 12, 15 വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. LOBയുടെ സിൽവർ ആണെങ്കിൽ 25, 30 വാങ്ങിക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു 30,000 രൂപയൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ, ഇന്ന് ഇവിടെയുള്ള എല്ലാ വീട്ടമ്മമാരൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടു ജോലിയോടൊപ്പം ഒരു 30,000 കിട്ടുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ജോലി കിട്ടിയാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ തന്നെ ഇവിടെയുള്ള എല്ലാ വീട്ടമ്മമാരും അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. വീട്ടമ്മമാരാണെങ്കിൽ ഇന്ന് പല ആൾക്കാരും പറയുന്ന ഒറ്റ കാര്യം, കുഞ്ഞുങ്ങൾ ഉള്ള കാര്യങ്ങൾ പല ആൾക്കാരും പറയാം. ഇന്ന് സ്കൂൾ അവധിയാണ്, 2 ആഴ്ച സ്കൂൾ അവധിയാണ്, അവർ സ്കൂൾ പോവാത്തത് കൊണ്ട്, അവർ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ 2 ആഴ്ച ബിസിനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അത്രക്കും ബുദ്ധിമുട്ടാണോ 2 കുട്ടികളെ വീട്ടിൽ സ്കൂളിൽ പോകാത്ത സമയത്ത് കുട്ടികളെ നോക്കാൻ? അങ്ങനെ പറഞ്ഞ ഇതിനകത്ത് തന്നെയുണ്ട് ഒരുപാട് അമ്മമാർ, 2 ആഴ്ച സ്കൂൾ അവധിയായിട്ട് സാറേ ഞാൻ കുറച്ച് ദിവസം ഒന്നും ചെയ്യത്തില്ല. കാരണം അത്രക്കും ആ 2 കുട്ടികളെ നോക്കാൻ അതൊരു റിസ്ക് ആയിട്ട് ഏറ്റെടുക്കുന്ന അമ്മമാരെ പോലും ഉണ്ട്. ഞാനത് എന്നോട് അവർ പറഞ്ഞ സമയത്ത് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിരിക്കും. വേറെ ഒന്നും പറയാനില്ലല്ലോ, കുട്ടികളെ നോക്കേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല.
ഇന്ന് ആരെങ്കിലും അങ്ങനെ സ്കൂൾ അവധിയായതിൻ്റെ പേരിൽ ജോലിയിൽ ലീവ് എടുത്തിട്ട് ആരെങ്കിലും ഇവിടെ പണിക്ക് പോകുന്ന ആരെങ്കിലും ഈ 2 ആഴ്ച സ്കൂൾ അവധിയായതുകൊണ്ട് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് കമ്പനിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സാറ് മക്കൾ സ്കൂളിൽ പോകാതുകൊണ്ട് അവരെ നോക്കേണ്ടത് കൊണ്ട് ഞാൻ 2 ആഴ്ച ജോലിക്ക് വരില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാരെങ്കിലും ഇരുത്തുണ്ടോ? ഒരാളും ഇല്ല. അങ്ങനെ എന്നോട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഇപ്പോൾ 2 ആഴ്ച അവധിയായതുകൊണ്ട് ഞാൻ ഒന്നിനുമില്ല, ഒന്നിനുമില്ല, ബിസിനസ്സിലേ ഇല്ല. എന്നെ അവർ സ്കൂളിൽ പോയിട്ട് വേണം, ആ ശല്യം ഒന്ന് ഒഴിവായിട്ട് വേണം ഈ ബിസിനസ് തുടങ്ങാൻ. ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ഉള്ളത്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ അടുത്ത 2 മാസം സ്കൂൾ അവധി വരും. 2 മാസം സ്കൂൾ അവധി വന്ന് പിന്നെ തീർന്ന്, പിന്നെ അവർ ബിസിനസ്സിലേ ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ നോക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. കുട്ടികൾ വികൃതി ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ 2 കുട്ടികളേ ഉള്ളൂ. കുറച്ച് മുന്നേ ഉള്ള കാലഘട്ടം ആലോചിക്കണം, 9 എണ്ണം ഉണ്ടാവും അല്ലേ ഒരു വീട്ടിൽ. എണ്ണം പോലും ഉണ്ടാവില്ല, എണ്ണം പോലും ഉണ്ടാവില്ല. എത്ര ഉണ്ടെന്ന് അറിയില്ല, വന്നോന്ന് അറിയത്തില്ല, ചെക്ക് ചെയ്യത്തില്ല. അവരങ്ങ് വളർന്നു പോയിക്കോളും. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഈ ബിസിനസ്സിനും കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. ആ പ്രയോറിറ്റി കൊടുത്താലാണ് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഒന്നും ഓരോരോ കാരണത്തിന് വേണ്ടി ഇത് മാറ്റി വെക്കരുത്. ഒരാളും നമ്മൾ വേറൊരു കാര്യം മാറ്റി വെക്കത്തില്ല, പക്ഷേ ഈ ബിസിനസ് മാത്രമേ നിങ്ങൾ മാറ്റി വെക്കത്തുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കരുതിക്കൊണ്ട് ഈ ബിസിനസ് ചെയ്യുകയും വേണം. പിന്നെ നിങ്ങൾ ആ രീതിയിൽ തന്നെ, ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ, ഇപ്പം അൻസാർ ഭായി ആണ് ഈ മാസം ബ്രോൺസ് സെക്രട്ടറി ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സീന സനു ആണ് ബ്രോൺസ് സെക്രട്ടറി ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കരീം മുസ്ലിയാറാണ് ഈ ബിസിനസ്സിൽ ഈ മാസം ബ്രോൺസ് സെക്രട്ടറി ആവാൻ ക്വാളിഫൈ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ടീം ഉണ്ടാവും, ഒരു 5-6 പേരെങ്കിലും ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5-6 പേരെ സപ്പോർട്ട് ചെയ്താൽ മതി അദ്ദേഹത്തിനെ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ലിസ്റ്റ് എന്താക്കുക, നിങ്ങളുടെ ടീമിൽ എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് 8% 8% ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ലെവൽ അച്ചീവ്മെന്റ്സ് ആവാനായിട്ടുണ്ടോ, 12% ആവാനായിട്ടുണ്ടോ, അവരെ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇപ്പം ഓരോ വ്യക്തികളും, ഇപ്പം ജാൻസി സജു ഇന്നത്തുണ്ട്, അതുപോലെ നീതു, അഖിൽ, സുധീഷ്, പുതിയ ജോയിൻ ചെയ്ത ആൾ സുധീഷ്, പ്രമിത, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഒരു, ഇപ്പോൾ എത്ര ഒരാളെങ്കിലും നിങ്ങളോട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ക്ലാസ് മീറ്റിങ്ങിലേക്ക് എത്തിക്കാനും, അവരെ എത്ര ആൾക്കാരുണ്ട് ആ പേരൊന്ന് എഴുതി വെച്ചിട്ട്, എൻ്റെ ടീമിൽ എത്ര ആൾക്കാരുണ്ട്, ജോയിൻ ചെയ്ത ആൾക്കാർ എത്ര ആൾക്കാരാണ്, അതിൽ എത്ര ആൾക്കാർ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ലിസ്റ്റ് സെറ്റാക്കി വെച്ചിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് പറഞ്ഞിട്ട് എൻ്റെ കൂടെ അപ്ലൈനിങ് കൂട്ടി ഒന്ന് എന്നോട് ഇരിക്കുവാണെങ്കിൽ ഈ ഒരു മാസം എപ്പോഴെങ്കിലും എന്നോട് ഇപ്പോൾ ഇരിക്കാൻ സമയം കണ്ടെത്തുവാണെങ്കിൽ ഇരുന്ന് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആ വ്യക്തികളെ ഒന്ന് ഇരുത്തി അവരെ നമുക്കൊരു ചെറിയ പിൻ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെയും പിന്നെ ഉറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ആൾക്കാരെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു, ഓൾറെഡി 2-3 ആൾക്കാർ തുടങ്ങിക്കഴിഞ്ഞു. അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം അവർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് ഒരു കാര്യം പറയേണ്ടത്, നമ്മളിപ്പോൾ തീരുമാനിച്ചു, സുധീർ സുലൈമാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ മാസം 12% ആവണം, റെഡിയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്കത് എത്തിക്കാൻ സാധിക്കും. അതുപോലെ വേറെ ആരെങ്കിലും, ഇപ്പോൾ സാജിദ ദാവൂദ് ഈ മാസം ബ്രോൺസ് സെക്ടർ ആണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എത്താൻ സാധിക്കും. അതിന് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആ ആ മനസ്സിൽ നിന്നും അത് പോകരുത്. ഈ മാസം എനിക്ക് പിൻ അച്ചീവ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളും ചെറുതായൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ മാത്രമേ നമ്മൾ കൂടെയുള്ള വ്യക്തി, അടുത്ത വ്യക്തി, മേലുള്ള അപ്ലൈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ കൂടെ വന്ന വ്യക്തിയെ, ഇന്ന് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് ഒന്നും ആവാത്ത വ്യക്തി, അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിലും പോലും, നിങ്ങളുടെ ചിന്തയിൽ ഇപ്രാവശ്യം ഉണ്ടാവേണ്ടത്, മനസ്സിലുണ്ടാവേണ്ടത്, ഈ മാസം എൻ്റെ ലക്ഷ്യം ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആണ്. അല്ല, ഇതിൽ കുറേ പുതിയ ആൾക്കാരുണ്ട്, പ്രമിതയുണ്ട്, അതുപോലെ കൃഷ്ണപ്രിയ, പ്രദീപ്, കൃഷ്ണപ്രിയ ഇപ്പോൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്തതാണ്, അതുപോലെ ഗീതാ മേഡം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾ പേര് വിളിക്കാൻ, ഞാൻ ആ മുമ്പിൽ കാണുന്ന കുറച്ച് പേരെ വിളിക്കുന്നില്ല കേട്ടോ, എൻ്റെ പേര് വിളിക്കാൻ അല്ലെങ്കിൽ എല്ലാവരും ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസന്ന ചേച്ചി, പ്രസീത, എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ മാസം കുറഞ്ഞത് ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം ആരും നിങ്ങളോട് ഇന്നുവരെ ജോയിൻ ആവാത്ത ആളാണെങ്കിൽ, ഒരാൾ നിങ്ങളോട് ജോയിൻ ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം, ഈ മാസം നിങ്ങളുടെ ടോട്ടൽ പി വി എത്രയാണോ അത് എഴുതി വെക്കുക. 300 PV ആവണം എന്ന് എഴുതി വെക്കുക. ഈ മാസം ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവാൻ 300 PV വേണം. അതിന് വേണ്ടിയിട്ട്, അതില്ലെങ്കിൽ 300 PV ആയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ ഈ ലോകത്ത് സംഭവിക്കും എന്നൊന്ന് തീരുമാനിക്കുക. ഇല്ലെങ്കിൽ ഫെബ്രുവരി മാസം 1-ാം തീയതി അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല, മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു വാശിയോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഫാസ്റ്റ് സ്റ്റാർട്ട് 8% 12% കഴിഞ്ഞ മാസം ആയിട്ടുണ്ട് അല്ലെ, ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് ഞാൻ കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ കിട്ടിയ സമയത്താണ് എന്നെ എല്ലാവരും നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്.
കാരണം നിങ്ങൾ വിന്നിങ് ടീമിന്റെ ഗ്രൂപ്പിൽ പല ആൾക്കാരും ഇതിൻ്റെ അകത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഫോട്ടോ? ആകെ ഒരു മൂന്നാലാണ്ട് ക്വാളിഫിക്കേഷൻ ഇന്നലെ മിനിഞ്ഞാന്ന് നടന്നതേ ഉള്ളൂ. അതെങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളൊരു സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അത് ഞാൻ ബോട്ടം താഴെ തൊട്ടിട്ട് ചെറിയ ചെറിയ പിന്നുകൾ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ നാളെ 2-ാം തീയതിക്ക് ശേഷം നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ അത് ആ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ആ ഫാസ്റ്റ് ആർട്ട് 8% ഫോട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ഞാൻ ഒരു ദിവസം 3 ഫോട്ടോ ഇടും, അത് ഞാൻ സ്റ്റാറ്റസും വെക്കും. പിറ്റേ ദിവസം 3 ഫോട്ടോ ഇടും, അത് ഞാൻ സ്റ്റാറ്റസ് വെക്കും. ഇങ്ങനെ അത് വെച്ചത് എനിക്ക് തന്നെ ഹരമായി. നാളെ അവർ 3 പേര് ആരായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു കൊടുക്കും. എനിക്ക് തന്നെ ഭയങ്കര ഹരം തോന്നിപ്പോയി. നാളെ നമ്മൾ ആരെ ഫോട്ടോ 3 ഞാൻ ചില ലീഡർമാർ അയച്ചിട്ടുണ്ട്, ഫോട്ടോ ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോ അയക്കും, എനിക്ക് നാളെ ഉണ്ടാക്കണം, നാളെ ഗ്രൂപ്പിൽ ഇടണം. എനിക്കത് ത്രില്ലായി തോന്നി. അതുകൊണ്ട് കഴിഞ്ഞ മാസം ഒരുപാട് പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു വർഷം, ഈ ഒരു 2026 ജനുവരി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. ഇതിലുള്ള ടോപ്പിൽ നിൽക്കുന്ന ലീഡർമാർ, ഇപ്പോൾ വിനോദ് സാറിനെ പോലെ, ഭീമ മാഡത്തിനെ പോലെ, ഷംന ടീച്ചറും സുഷിതി, അങ്ങനെയുള്ള ടോപ്പ് ലീഡേഴ്സൊക്കെ നിങ്ങൾ അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. കൂടെ നിങ്ങളുടെ ടീമിൽ നമുക്ക് ഈ മാസം ആരെ പുതുതായി ജോയിൻ ചെയ്ത വ്യക്തി ആരാണ്, അവരെ ഏത് പോസ്റ്റിലേക്ക് ഇടാൻ സാധിക്കും, അവർ ഫാസ്റ്റ് ആർട്ട് 8%ലേക്ക് 12% എത്തിക്കാൻ നമുക്ക് എന്ത് വർക്ക് ചെയ്യണം, നിങ്ങൾ അവരെ കൂടെ ഇരുത്തണം. നിങ്ങളുടെ ടീമിൽ ഇന്ന ആൾ 12% ആവാൻ ഒരു 400 PV ഷോർട്ടേജസ്, നമുക്ക് അവരെ എങ്ങനെ 12% ആക്കാൻ പറ്റും? ഈ മാസം തന്നെ ആക്കണം. അപ്പോൾ അവർക്ക് ഒരു 1000 രൂപയ്ക്ക് മേലുള്ള വരുമാനം കിട്ടുന്നുണ്ടാവും. ഈ 1000 രൂപയ്ക്ക് മേലെ വരുമാനം 12% വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ടീം സ്ട്രക്ചർ ആണോ നോക്കണം. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒറ്റ ലെഗിലാണെങ്കിൽ ആ ബോളിംഗ് കയറി വരത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ടീമുണ്ടോ, മൂന്നാമത്തെ ടീമുണ്ടോ എന്ന് നോക്കണം. കാരണം ഞാനിപ്പം പുതിയതായി വന്നിരിക്കുന്നത് നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന പല ലീഡേഴ്സിൻ്റെയും സ്ട്രക്ചർ ചെയ്തിച്ച വർക്ക് ചെയ്യണം. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, ആദ്യം 300, 400, 500 ഒക്കെ വാങ്ങിച്ച വ്യക്തി 1000-ൽ എത്തിയിട്ടുണ്ടാവും, 12% കഴിയുമ്പോൾ 1000-ൽ മേലോട്ട് പോയിട്ടുണ്ടാവും. അവർ ബ്രോൺസ് സെലക്ടർ ആകുന്ന സമയത്ത് ഒറ്റയടിക്ക് 4000 രൂപ വരുമാനം കിട്ടുമ്പോൾ അവർ ഹാപ്പിയാണ്. ആ 4000 വാങ്ങിച്ച വരുമാനം വെച്ച വ്യക്തിയെ പിറ്റത്തെ മാസം 7000, 8000-ൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയുമാണ്. നമ്മൾ ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്യാൻ, കണ്ടിന്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും, ഈ പറഞ്ഞ ഗീത ചേച്ചി, അതുപോലെ ബിന്ദു MC ഒക്കെ പുതിയതാണ്. ബിന്ദു MC ഒക്കെ ഫാസ്റ്റ് ആർട്ട് 8%-ൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇന്ന് തന്നെ ഷംന ടീച്ചറെ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ ഫോട്ടോ ഇടണം. ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പോസ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ ഡിലേ ഉണ്ട്, ബിന്ദു MC കേൾക്കുന്നതിനെ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ ആവരുത്. ഇന്ന് തന്നെ ആ ഫോട്ടോ ഇടാൻ ചെയ്യണമെന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. പോസ്റ്ററൊക്കെ റെഡിയാണ്, ഞാൻ വെച്ചിരിക്കുക. അത് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഇന്ന് തന്നെ രാവിലെ തന്നെ ഷംന ടീച്ചറെ കോൺടാക്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക, അച്ചീവ് ക്വാളിഫിക്കേഷൻ. അടുത്ത നാളത്തേക്ക് മാറ്റി വെക്കരുത്, നാളത്തേക്കല്ല, ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അത് ചെയ്യുക. നിങ്ങൾ ഈ മാസം അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി അത് അത് അച്ചീവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും മാറ്റി വെക്കരുത്. ഇതിലുള്ള എല്ലാ ലീഡേഴ്സും 79 പേരുണ്ട്, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ 100 പേരെ പ്രതീക്ഷ കൊണ്ട് വർക്ക് ചെയ്യണം. നാളെ മുതൽ നമുക്കത് എത്തിക്കണം. ഈ ഒരു CPയിൽ ആ CPയിൽ ആളുടെ എണ്ണം കൂടുമ്പോഴാണ് ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് വരുന്നത് കേട്ടോ. കഴിഞ്ഞ 2-3 മാസം നല്ല ആൾക്കാരുണ്ടായപ്പോൾ അതിൻ്റെ ബിസിനസ് ഗ്രോത്ത് നമുക്ക് ഈ മാസം കിട്ടിയത്. നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് എത്തിക്കണം. ഈ ആൾക്കാരുടെ എണ്ണം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. CPയിലും നമ്മുടെ മീറ്റിങ്ങിലേക്കും ആൾക്കാരുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മളുടെ കോൺട്രിബ്യൂഷനാണ് ആ ടീം മീറ്റിലെ എണ്ണം കൂടുക, 200-ലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുപോലെ CPയിൽ 100 കടത്തുക എന്നുള്ളത് നമ്മളെ ഒരു എല്ലാവരും കോൺട്രിബ്യൂഷനാണ്. എന്നാലേ നമ്മുടെ ബിസിനസ് വളരത്തുള്ളൂ. അതിൽ ആൾക്കാർ ശോഷിച്ച് പോകുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് ശോഷിച്ച് പോകുന്നല്ലോ. ശരിയല്ലേ? ആ 100-ൽ നിന്ന് നേരെ 50-ൽ, 70-ൽ, 60-ൽ, ഇപ്പം 40-ലൊക്കെ കഴിഞ്ഞ ആഴ്ച എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മൈൻഡ് സെറ്റിൽ ശോഷിച്ച് പോവാണ്. അത് നിങ്ങളുടെ മനസ്സിൽ വിഷമം തോന്നണം. അയ്യോ, CPയിൽ ആൾക്കാർ എണ്ണം കുറഞ്ഞു പോയല്ലോ, എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് ആ മീറ്റിങ്ങിൽ ആളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. എൻ്റെ ടീമിൽ എല്ലാവരും പങ്കെടുത്തില്ലല്ലോ, നോക്കുക, അവരെ വിളിച്ച് പറഞ്ഞ് അത് കൊണ്ടുവരണം. ഈ ഒരു എനർജിയിൽ ബേസിൽ പോകുന്ന ബിസിനസ് ആയതുകൊണ്ട് മീറ്റിങ്ങിൽ വന്നാലേ അത് വിജയിക്കത്തുള്ളൂ. എന്നാലും മാത്രമേ നിങ്ങളുടെ പിൻ ലെവലും വരത്തുള്ളൂ. അതിനകത്ത് വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മാത്രമേ അത് ചെയ്യാൻ തോന്നത്തുള്ളൂ അവർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുക. നാളെ മുതൽ നമ്മൾ CPയിൽ എല്ലാ ആൾക്കാരും ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യം ഇവിടെയുള്ള ഓരോ ലീഡർമാരും, വിനോദ് സാർ ചെയ്യേണ്ട കാര്യം, വിനോദ് സാർ ഇന്ന് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ, നിങ്ങളുടെ ടീമിൻ്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത മാസത്തെ ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ടീമിൽ മുഴുവൻ ആൾക്കാരെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഒന്ന് എൻ്റെ കൂടെ ഇരുത്താൻ ശ്രമിക്കുക. ഇതേപോലെ സുഷിത മേഡം ചെയ്യുക, എൻ്റെ കൂടെ ഇരുത്താൻ ശ്രമിക്കുക. ആരൊക്കെയുള്ള അവരെ എന്ന ആൾക്കാർ എന്ന ക്വാളിഫിക്കേഷൻ എത്തിക്കണം, 8%, 12%, അതൊന്ന് എഴുതി വെച്ചിട്ട് എൻ്റെ കൂടെ ഇരിക്കുക, എന്നോട് സംസാരിക്കുക. അതുപോലെ ഷംന ടീച്ചർ, അതുപോലെ അൻസാർ ഭായിൻ്റെ കൂടെ എത്ര ആൾക്കാരുണ്ട്, അൻസാർ ഭായി അവരുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് എന്നോടൊന്ന് ഇരിക്കുക. ആ ടീമായിട്ടൊന്ന് ഇരിക്കുക. 5-10 പേരുണ്ടെങ്കിൽ അവർ അത്ര ആളുകൾ അവരോട് ഇരിക്കുക. രാജേഷേട്ടൻ്റെ കൂടെ ആരെങ്കിലും സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ടോ അവരൊക്കെ കൂട്ടത്തിലൂടെ എന്നോട് ഇരിക്കുക. ഇങ്ങനെ ഓരോ ലീഡേഴ്സും
ശ്രീനിവാസനെ കൂടെ 2-3 പേരുണ്ടെങ്കിൽ ആ 2-3 പേരെ ഇരുത്തുക. നീതു അഖിലേഷിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇരുത്തുക. സാജിദ ദാവൂദിൻ്റെ കൂടെ എത്ര ആൾക്കാരുണ്ട് അവരുടെ കൂടെ ഇരുത്തുക. ആ ടീമായിട്ട് ഇരിക്കുക. ഏത് ദിവസം സമയം എന്നോട് കുറച്ച് മുന്നേ പറഞ്ഞു വെച്ചാൽ മതി, ഈ ദിവസം നമുക്കൊന്ന് ഇരിക്കണം സാറിനോടൊപ്പം. ഒരാളായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇരിക്കണ്ട, കാരണം അത്രത്തോളം സമയം കിട്ടത്തില്ല. ഓക്കെ, ഇൻഡിവിജ്വലായിട്ടല്ല, ഒരു ടീമായിട്ട് അങ്ങ് ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ സാജിദ ധാവനിൽ എത്ര ആളുണ്ട്? 5 പേരുണ്ടെങ്കിൽ 5 പേര്, 10 പേരുണ്ടെങ്കിൽ 10 പേര് ഇരിക്കും. അവരോട് പറഞ്ഞ് ഒരു ടൈം ഫിക്സ് ചെയ്യുക. അധികം പകലില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വൈകുന്നേരത്തെ മീറ്റിംഗ് 9 മണിക്ക് മീറ്റിംഗ് നടക്കുന്നില്ലേ, ആ 9 മണിക്ക് മീറ്റിങ്ങിന് ഒരു മണിക്കൂർ മുന്നേ നമുക്ക് ഇരിക്കാൻ സാധിക്കും. 2 മണിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും, അതിനൊരു അരമണിക്കൂർ മുന്നേ ഇരിക്കാൻ സാധിക്കും. 5 മണിൻ്റെ മീറ്റിംഗ് ഉണ്ട്, ഒരു അരമണിക്കൂർ മുന്നേ. അപ്പോൾ നമുക്ക് ടൈം കുറച്ച് അതിന് വേണ്ടിയിട്ടൊരു സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. 2 മണിൻ്റെ മീറ്റിംഗ് അരമണിക്കൂർ മുന്നേ നമുക്ക് എൻ്റെ ടീമിൽ 5 പേരെ ഞാൻ നിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് സംസാരിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതേപോലെ 5 മണി ഈ ഓരോ മീറ്റിങ്ങിന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുന്നേ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടൈമും എളുപ്പമാണ് നമുക്ക്. ആ സമയം അതിൻ്റെ അടുത്ത് നമ്മൾ സൂമിൽ തന്നെ ഓൺലൈനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് 10 മണിക്ക് 9 മണിക്കെല്ലാം വെക്കും. ഈ സമയത്തെല്ലാം ഓരോരോ മണിക്കൂർ ബിസി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. മാക്സിമം ആ മീറ്റിങ്ങിന് അടുത്ത ഒരു 1/4 മണിക്കൂർ മുന്നേ നമ്മൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ഓരോ ലീഡേഴ്സും ഇന്ന് മുതൽ വേണമെങ്കിൽ ഇന്ന് ഇരിക്കുക, ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, കുറച്ച് ക്വാളിഫിക്കേഷൻ തിരക്കുണ്ട്. ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ പിൻ ലെവൽ അച്ചീവ്മെൻറ്റും അതുപോലെ റീക്വാളിഫിക്കേഷൻ ഉണ്ട്. കഴിഞ്ഞ മാസം ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ റീക്വാളിഫിക്കേഷൻ, അവരുടെ വരുമാനം സേഫ് ആക്കേണ്ട രീതിയിൽ കുറച്ചും കൂടെ വർക്ക് ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും. നാളെ മുതൽ നമുക്ക് ഇരിക്കാം. ഓക്കെ, ഇന്ന് വേണ്ട, നാളെ മുതൽ ഇരിക്കാം. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ആരൊക്കെ എൻ്റെ ടീമിലുണ്ട്, ആരൊക്കെ ഈ മീറ്റിങ്ങിൽ ഇപ്പം ടീമിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മീറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് വിജയിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ വിജയിക്കത്തില്ല. പ്രൊഡക്റ്റ് എത്ര വാങ്ങിച്ചോട്ടെ, നിങ്ങൾ 300 BB വാങ്ങിക്കുന്ന വ്യക്തിയോട് 500 BB വാങ്ങിച്ചോ, കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം മീറ്റിങ്ങിലുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ബിസിനസ്സിൽ വരുമാനം വാങ്ങിക്കത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? മീറ്റിങ്ങിൽ കയറുന്ന വ്യക്തി മാത്രമേ ഈ ബിസിനസ് വിജയിക്കത്തുള്ളൂ. 100% ഗ്യാരണ്ടിയോട് ഞാൻ പറയാം, മീറ്റിങ്ങിൽ കയറാതെ ഒരാളും ഈ ബിസിനസ് വിജയിക്കത്തില്ല. കാരണം ഇതൊരു എനർജി ബേസ്ഡ് ബിസിനസ്സാണ്, എനർജിയിൽ മാത്രം ഓടുന്ന ബിസിനസ്സാണ്. ഞാൻ ഈ പറഞ്ഞ റെഡിയാണോ? ഇരിക്കാൻ റെഡിയാണോ? സജിനി മാഡം ചെയ്യേണ്ടത്, സജിനി മാഡത്തിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെ എൻ്റെ കൂടെ ഇരുത്തുക, എല്ലാവരും ഇരുത്തുക. ഒരു പിൻ ലെവൽ ടാർഗറ്റ് ചെയ്യുക സജിനി മാഡം. അടുത്ത പിന്നിന് മാറുക. 3 മാസം വരെ ഒരു പിന്നിൽ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിൻ്റെ സിസ്റ്റം, വിനിങ് ടീമിൻ്റെ സിസ്റ്റം പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത പിന്നിൽ മാറണമെന്നാണ്. ഒരു വർഷം എടുക്കാൻ പാടില്ല. ശരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഫെയിൽ ആയിരിക്കാം. ക്രൗൺ ഡയറക്ടറായിട്ട് 1 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ യൂസ് ചെയ്യാവേണ്ട സമയമായി. ഹയർ പിന്നിന് പറ്റത്തില്ല, ക്രൗണിന് മേലോട്ട് പറ്റത്തില്ല, ക്രൗണും പറ്റത്തില്ല, 3 മാസം കൊണ്ട് പറ്റത്തില്ല. ആദ്യത്തെ ബ്രോൺസും സിൽവറും ഗോൾഡും സ്റ്റാർ വരെയൊക്കെ ഒരു 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഡയമണ്ടും ചിലപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് പറ്റും. ക്രൗണിലേക്ക് പറ്റത്തില്ല. ക്രൗൺ എന്ന UCD-യിലേക്കും പറ്റത്തില്ല, DCD-യിലേക്ക് തീരെ പറ്റത്തില്ല. അത് 1 വർഷം 2 വർഷം എടുക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും, ഇപ്പം സജിനി മാഡം അടുത്ത പിന്നെ ടാർഗറ്റ് ചെയ്ത് വരയ്ക്കണം. ഷംന മാഡം 3 മാസം കൊണ്ട് ടാർഗറ്റ് ചെയ്യണം അടുത്ത സ്റ്റാറിലേക്ക് പോകാൻ. 3 മാസം ആയിട്ടില്ലെങ്കിൽ 4 മാസം 5 മാസം കൊണ്ട് ആവണം. ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ ബ്രോൺസ് ആയ വ്യക്തി എല്ലാവരും 3 മാസത്തിനകം സിൽവറിലേക്ക് പോകാൻ വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ തന്നെ വർക്ക് ചെയ്യണം. ഓക്കെ, 12% നിൽക്കുന്ന വ്യക്തി 3 മാസത്തിനപ്പുറം പോകരുത് ബ്രോൺസിലേക്ക്. അതിൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി വർക്ക്. ക്ലിയർ ആവുന്നുണ്ടോ? റെഡിയാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമായിരിക്കുമല്ലോ. ഞാൻ അധികം സംസാരിക്കാനില്ല. ഒരു 2026 വരവേൽക്കാൻ വേണ്ടിയിട്ടും നമ്മളെ 2026 ഒരു ലക്ഷ്യമുണ്ട്. 50,000-ൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ വേണമെന്നൊരു ആഗ്രഹം. 25,000-ൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ വേണമെന്ന് ആഗ്രഹം. ഒരു 3-4 പേരെങ്കിലും 1 ലക്ഷം രൂപ ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 1 ലക്ഷം രൂപ 3-4 പേർക്കെങ്കിലും വാങ്ങിക്കാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 50,000 വാങ്ങിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല കേട്ടോ, ഇന്ന് 10,000 വാങ്ങിക്കുന്ന വ്യക്തിക്കും അതെത്താൻ പറ്റും. അതുകൊണ്ടാണ് അടുത്ത വർഷം നമുക്ക് 2026 അവസാനിക്കുന്ന സമയത്ത് അതെത്താൻ സാധിക്കുന്നുണ്ടോ? ആർക്ക് വേണമെങ്കിലും എത്താൻ സാധിക്കും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സാധിക്കും. ഓക്കെ, കുറച്ച് കമ്മിറ്റഡായി നിൽക്കണമെന്നേ ഉള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താൽ എത്താൻ പറ്റും. കാരണം ഞാനത് പ്രൂവ് ചെയ്ത വ്യക്തിയാണ്. എനിക്ക് ഇപ്പോൾ ഒറ്റൊരു ചലഞ്ചസ് നാട്ടിലേക്ക് വന്നാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് ആകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ഫൈനൽ ചെയ്ത് വരുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞ് എനിക്ക് അവിടെ വന്നാൽ അറിയത്തില്ല, നാട്ടിൽ വന്നാൽ ഞാൻ ചിന്തിക്കുന്ന പോലെ നടക്കുമോ. എനിക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഓൺലൈനിൽ വൈഫൈക്ക് പ്രോബ്ലം ഇല്ലാതെ ഇവിടെ എല്ലാം മഴയില്ല, വെയിലില്ല, മരം പൊട്ടി വീഴുന്നില്ല, ഒരു പ്രശ്നം എനിക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഉണ്ട്. നിങ്ങൾക്കെല്ലാം ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ പലരും മിസ്സായി പോകുന്നുണ്ടാവുക. എനിക്ക് നാട്ടിൽ വന്നാലേ അതിൻ്റെ പ്രശ്നം എനിക്ക് അറിയത്തുള്ളൂ. എനിവേ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും.
ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കൂടെ അവിടെ വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ച നിന്ന് വർക്ക് ചെയ്തെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഫിസിക്കൽ മീറ്റിൽ വന്നാൽ പോലും വെറുതെ ഒരു പ്ലാൻ കാണിച്ച് പോകാനല്ല ഞാൻ വരിക. ഞാൻ അവിടെ നിന്ന് ഒരാഴ്ച നിന്നിട്ട് ആ ഭാഗം മുഴുവൻ ബിസിനസ് ആക്കി തന്നിട്ട് ഞാൻ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ആക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരാളെ വന്ന് അവിടെ പ്ലാൻ കാണിച്ച് പോവുക, പിന്നെ അവരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വന്ന് ജോയിനിങ് ആക്കി അവിടെ നിന്ന് ആ ജോയിനിങ് ആയ ആൾക്കാർ കൂടെ ജോയിനിങ് ആക്കി കൊടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുന്ന അറിയത്തില്ല, ആ രീതിയിൽ തന്നെ പ്ലാൻ ഉണ്ട്. അടുത്ത വർഷം അതിൻ്റെ വർക്ക് തന്നെ ഉണ്ടാവുക. നല്ല രീതിയിൽ ഞാൻ അവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. എനിക്കൊരു മടിയും ഇല്ല, മടി തീരെ ഇല്ലാതാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്കും ചെയ്തില്ല, ആർക്കെങ്കിലും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിട്ടോ അല്ലെ എനിക്ക് വേണ്ടിട്ടോ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ഭയങ്കര മടി വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യത്തിന് ഭയങ്കര മടിയാണ്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ. അങ്ങനെയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നല്ലോ ഞാൻ പറഞ്ഞു. ഇതിൽ പല ആൾക്കാർക്കും അറിയാൻ പറ്റും, എൻ്റെ പഴയ സീനിയേഴ്സ് ലീഡേഴ്സിന് അറിയാം, ഞാൻ സ്വന്തം കാര്യത്തിനോട്ടൊന്നും ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ കാര്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അത് പുകഴ്ത്തി പറഞ്ഞെന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ധൈര്യമായിട്ട് അത് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുക. ഇതിൽ വേണമെങ്കിൽ 10 മിനിറ്റ് നമുക്ക് ഇൻട്രഡക്ഷൻ പോലെ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഇന്ന് പഠിക്കാൻ പറ്റുമോ സാറേ, ഈ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റും, ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, ഒരു മടിയും വേണ്ട കേട്ടോ. അത് ഞാൻ ആയിരിക്കും ചോദിക്കുന്നത്, 10 മിനിറ്റ് ഞാൻ അതിന് സമയം തരാം സാറേ. ഞാൻ എന്തെങ്കിലും ഞാൻ വന്നിട്ട് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്ത് 6 മാസമായി, എനിക്കൊന്നും ആയിട്ടില്ല, ടീം പോലും ആയിട്ടില്ല, എനിക്ക് പിടിക്കാൻ പറ്റുമോ, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞത്. ഒരു മടിയും ചമ്മലോ നാണക്കേടോ ഒന്നും വേണ്ട, ഈ ആൾക്കാരുടെ മുന്നിൽ ചോദിച്ചൊന്നും വേണ്ട. ഞാൻ ആരും സാധാരണ ഈ ബിസിനസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ പോലും ആൾക്കാരുടെ മുന്നിലൊന്നും പറയത്തില്ല എന്താ പിന്നെന്ന്. പക്ഷേ ഞാനെല്ലാം ഓപ്പണായി പറയാറുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഞാൻ പറയും, താഴത്തെ ഡൗണേഴ്സ് ഞാൻ വിളിച്ച് പറയും, ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ചെറിയൊരു PV ഷോർട്ടേജസ് ഉണ്ട്, നമുക്കെന്താ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ റെഡിയായി വരുന്ന എല്ലാം ഓപ്പണായി പറയുന്നത് കൊണ്ട് റെഡിയായി വരുന്ന ആൾക്കാർ ഇഷ്ടമായി. ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 PV 38 PV ഒക്കെ അവിടെ കിട്ടിയിരുന്നെങ്കിൽ ആ ലെഗിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ആ ടീമിൻ്റെ ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന റെഡിയായി വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവിടെ ഒരു ചെറിയൊരു PV ഷോർട്ടേജസ് ഉണ്ട്, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അപ്പം തന്നെ റെഡി ആയി PV ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ വ്യക്തി അവർ അപ്ലൈനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വിജയിപ്പിക്ക് തരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡൗൺലൈൻസ് നമ്മുടെ ടീമിലുണ്ട്. അപ്പം നല്ല നല്ല മൈൻഡ്സ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കുക, നമുക്ക് എവിടെയെങ്കിലും അത് കിട്ടും കേട്ടോ. നമ്മളൊരു സപ്പോർട്ട് ഒരാൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആവശ്യമായ സമയത്ത് നമുക്ക് വേറെ രീതിയിൽ അത് വരുന്നുണ്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഒരു 10 മിനിറ്റ് സംസാരിക്കണം, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണം, അൺമ്യൂട്ട് ആക്കിക്കോ. കൃഷ്ണപ്രിയ പ്രദീപൊക്കെ പുതിയതാണ്, ഞാൻ കുറേ ദിവസമായി നോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് കൃഷ്ണപ്രിയ. എന്നിടയ്ക്കൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. എല്ലാവരോടും ഞാൻ ഈ മെസ്സേജ് അയക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓർമ്മയുണ്ട് കുറേ ആൾക്കാരെ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അവരെ ഒന്ന് എന്തെങ്കിലും ഒരു പിന്നിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ എൻ്റെ സമയക്കുറവാണ്, ഞാൻ മറന്നുപോയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഒന്ന് മെസ്സേജ് അയക്കുക, എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിക്കാമെന്ന് എന്നെ മാക്സിമം ഒഴിവാക്കട്ടെ. പല ആൾക്കാരും അതിനു വേണ്ടിയിട്ട് എന്നെ മെസ്സേജ് അയക്കുക, അതൊക്കെ എനിക്ക് സമയക്കുറവാണ്, ചെക്ക് ചെയ്യാനും അയച്ചുതരാൻ വേണ്ടി. അതൊക്കെ നിങ്ങളെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് എങ്ങനെയാണ് പ്രൈസ് നോക്കുന്നത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കൂ. അതെല്ലാം ആൾക്കാരെ ഡിപ്പെൻഡ് ആവാതെ, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് PV നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ആവാതെ, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒറ്റ പ്രാവശ്യം മനസ്സിലാക്കാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്തിനാണ് എല്ലാം ഡിപ്പെൻഡ് ആയി നിൽക്കുന്നത്? ഒരു സാധനത്തിൻ്റെ പ്രൈസ് നോക്കാൻ ആരോടെങ്കിലും ചോദിക്കാൻ, അത് പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും 6 മാസം വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണ്. ആപ്ലിക്കേഷനിൽ പ്രൈസ് നോക്കാൻ അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം പഠിക്കുക ബിസിനസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തെങ്കിലും ആർക്കും സംസാരിക്കാനുണ്ടോ? സജിനി മേഡത്തിലേക്ക് ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട്, ഒന്ന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഒരുപാട് ആൾക്കാർ ഞാൻ പിന്നെ അങ്ങനെ മനസ്സിൽ. ഓക്കെ, ഉം. ആ ഓക്കെ ഓരോ ആൾക്കാരും ഒന്ന് എന്നെ പേഴ്സണലായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വെറുതെ എന്തെങ്കിലും സംസാരിക്കണമല്ല, നമുക്കൊരു ബിസിനസ് മൈൻഡിലേക്ക് വന്ന് സംസാരിക്കും കേട്ടോ. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഓൺലൈനിലുണ്ടാവും. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും, അതിനുശേഷം ഞാനുണ്ടാവും. എന്തെങ്കിലും ആർക്കും ഇരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓരോ ലീഡേഴ്സ് കേട്ടോ, സുഷിത മാഡം, ഷംന ടീച്ചർ, അൻസാർ ഭായി, രാജു ചേട്ടൻ, എല്ലാവരും ഞാൻ പേര് വിളിക്കുമ്പോൾ എൻ്റെ വിളിച്ചില്ല അതും വരണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിന് പ്രിപ്പയർ ആവുക. നിങ്ങളുടെ മെമ്പേഴ്സിനെ ഒന്ന് സംസാരിക്കുക. നിങ്ങൾ ടീമിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഇരിക്കാൻ തയ്യാറാവും കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. മാറി നിൽക്കല്ലേ, കാരണം
മറയുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയക്കുറവുകൊണ്ട് നമ്മൾ വിട്ടുപോകും നിങ്ങളെ വിജയിപ്പിച്ചു തരാൻ വേണ്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ? ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മെസ്സേജ് ഒന്നും വായിച്ചിട്ടില്ല. എല്ലാവരും റെഡിയാകാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഭീമ വേണമെങ്കിൽ ഇരുന്നാൽ മതി. ഭീമയോട് ഇരിക്കാൻ ഞാൻ പറയുന്നില്ല. ഭീമൊക്കെ വേണമെങ്കിൽ ഇരിക്കുക. നിങ്ങളൊക്കെ കഴിഞ്ഞില്ല, നമ്മളൊക്കെ കഴിഞ്ഞ ആൾക്കാരല്ലേ. നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ ടീമിലെ ആൾക്കാരെ ഭീമ ഇരുത്തണം. ഭീമ കേട്ടോ, ഭീമ മാറി. ഭീമ ഭീമയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ടീമിൽ ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഞാനല്ല ഭീമ ചെയ്യണം. ഭീമ ഇരുത്തുക. നിങ്ങൾക്ക് സൂം ലിങ്ക് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ആ ലിങ്ക് ഓപ്പൺ ആക്കുക, അതിലിരിക്കുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ വാങ്ങി ഇരുത്തിയിട്ട് അവരെ ഇതുപോലെ മോട്ടിവേഷൻ ചെയ്ത് സംസാരിച്ച് സെറ്റാക്കിയ ശേഷം എൻ്റെ കൂടെ ഇരുത്തിയാൽ മതി. ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ ഭീമ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഡിപ്പെൻഡ് ആവാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. കാരണം എൻ്റെയൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എത്തൂല. അപ്പോൾ ഭീമൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് എല്ലാവരും ഇരുത്തി നിങ്ങൾ മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഭീമൊന്നും എൻ്റെ കൂടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇരിക്കേണ്ടത് ജസ്റ്റ് മെൻറ്റർഷിപ്പിനാണ്. ഞാൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, അതിനെക്കുറിച്ച് എൻ്റെ വരുമാനം കൂടാൻ വേണ്ടി ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് അത് ചോദിക്കാൻ വേണ്ടി റെഡി ആവും കേട്ടോ. അതാണ് ഭീമ ചെയ്യേണ്ടത്. ഭീമ വെറും എൻ്റെ കൂടെ ഇത്തിരി നിങ്ങളൊന്നും ചാർജ് ആക്കാനൊന്നും ഇല്ല ഞാൻ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ പേരെടുത്ത് നിങ്ങളെ കൂടെ ഇരുത്തുക. ഓക്കെ, എന്ന് വെച്ചാൽ സൈഡിലുള്ള നിങ്ങൾ പുതുതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആവശ്യം വരും. ക്ലിയർ ആണല്ലോ. അതുകൂടാതെ നിങ്ങളുടെ മെയിൻ ടീമിലുള്ള പവർ ലെഗിലുള്ള ആൾക്കാരെ എൻ്റെ കൂടെ അവരുടെ ലീഡർമാരോട് പറഞ്ഞാൽ ഇരുന്നോ കാര്യം ചോദിച്ചു. സജീവിൻ്റെ അടുത്ത് ചോദിക്കുക, ഷാജി സാറ് പറഞ്ഞ ആൾ ഇരുന്നോ, ആൾക്കാരായിട്ട് ഇരുന്നിട്ടുണ്ടോ. അത് ഓരോ ലീഡേഴ്സിന് ഷമന ടീച്ചറോട് പറയുക, അതിൻ്റെ താഴെയുള്ള ലീഡേഴ്സിന് അൻസാറുമായി കോൺടാക്ട് ചെയ്യുക, എൻ്റെ കൂടെ ഇരുന്നിട്ട് ചോദിച്ചത് കൺഫേം ആക്കണം. എന്നാലേ അത് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഇതൊന്നും ബാധകമല്ല, താഴെ ബിസിനസ് നടക്കും എന്ന് ചിന്തിക്കരുത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ ഗ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെൻറ്റർഷിപ്പ് കൂടുതൽ ചെയ്യണം, ഡൗട്ടുകൾ ചോദിക്കണം. കൂടുതൽ വരുമാനത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ മെൻറ്റർഷിപ്പ് എടുക്കുകയാണെങ്കിൽ വരുമാനം ഡബിളായി മാറും. ആ സമയത്ത് മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമില്ലാത്ത തോന്നുന്ന സമയത്ത് കംപ്ലീറ്റ് ഫെയിൽ ആവും. എല്ലാവരും വരുമാനം വാങ്ങിക്കുന്ന നല്ല വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ മെൻറ്ററിങ് ചെയ്യണം കേട്ടോ. മെൻറ്ററിങ് ചെയ്ത് എവിടെയാണ് ഗ്രോ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും മനോജ് സാറിൽ ഫോണിലൂടെയാണെങ്കിലും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. എൻ്റെ വരുമാനം 10-ാം തീയതി ആകുമ്പോൾ ഞാനൊരു മെസ്സേജ് അയക്കും, സാറേ അവിടെ പാളിയോ, അവിടെ കുറച്ച് വരുമാനം കുറഞ്ഞിട്ടുള്ളൂ, എന്താ പറ്റിയേക്കും എന്ന് മനോജ് സാർ പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ വരുമാനം കുറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം അവിടെയും കൂടെ ഇച്ചിരി വോളിയം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വരുമാനം കൂടും എന്ന് പറയും. അല്ലാതെ വരുമാനം കുറഞ്ഞ അപ്പം തന്നെ കയറി ചൂടാവുന്നില്ല. ഞാൻ പറയും, സാറേ വരുമാനം കുറച്ച് കുറഞ്ഞു വരുള്ളൂ, അതെന്തുകൊണ്ടാണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു. കാരണം ഞാൻ നാട്ടിലല്ല, എനിക്ക് VIP VLC ട്രെയിനിങ് കിട്ടത്തില്ല. നിങ്ങൾക്കെല്ലാം അത് കിട്ടും, കിട്ടിയാലും പോകത്തുമില്ല. VIP ട്രെയിനിങ്ങും VLC മീറ്റിങ്ങും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചറിങ് പഠിക്കാൻ പറ്റും, വരുമാനം എവിടെ നിന്ന് കൂട്ടാൻ സാധിക്കും പറ്റും. പക്ഷെ അതൊന്നും പറയുമ്പോൾ നിങ്ങളാരും പോകത്തില്ല. അല്ല, വീട്ടിനടുത്ത് കൊണ്ടുപോയി തന്നാൽ പോലും ഞാൻ പങ്കെടുക്കില്ല, പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ VLC ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പനി ട്രെയിനിങ് ആണ്. ഇന്ന് ഒരു കമ്പനിക്ക് കൊടുക്കാത്ത സാധനം അത്. നമുക്ക് വേണ്ടി സ്റ്റാഫിനെ വെച്ചിട്ട് ശമ്പളം കൊടുത്ത് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ട്രെയിനേഴ്സിനെ വെച്ചിരിക്കുക, വരുമാനം എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്ന പഠിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ആരും പോകത്തില്ല. 200 രൂപ ചിലവല്ലേ എന്ന് പറയാം ആൾക്കാർ. VLCക്ക് നല്ല പൈസയുണ്ട്, 3700 രൂപയുണ്ട്. VIP ട്രെയിനിങ് ഉണ്ട്, അത് ചെറിയ പൈസയേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങളുടെ വരുമാനം കൂടണമെങ്കിൽ അതെല്ലാം പഠിക്കണം. ഞാൻ അതൊന്നും അറ്റൻഡ് ചെയ്യാതെ കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടാണ് ഞാനിത് പഠിക്കുന്നത് കേട്ടോ. എൻ്റെ വരുമാനം ഞാൻ ഡൗൺലൈൻസിൻ്റെ വരുമാനം ചോദിച്ചിട്ട് അവരുടെ വരുമാനം ഞാൻ എഴുതി വെക്കും. ഇപ്പോൾ ഭീമയുടെ വരുമാനം വന്നാൽ എഴുതി വെക്കും, ഷമനയുടെ വരുമാനം വന്നാൽ എഴുതി വെക്കും, ഒരാളുടെ ഇൻകം വന്നാൽ എഴുതി വെക്കും. ഇത്ര PV ഇത്ര ടീമിൽ വന്ന സമയത്താണ് ആ വരുമാനം വന്നത്. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് ആരും ട്രെയിനിങ് തന്നതല്ല. അത്രത്തോളം അതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മിക്ക ആൾക്കാരുടെ ബോണസ് ഞാൻ എഴുതി വെക്കാറുണ്ട്. അവരെത്ര PVയിലാണ് ആ ബോണസ് വാങ്ങിച്ച്, അവരുടെ ഡൗൺലൈൻസിന് എത്ര PV ഉണ്ടായിരുന്നു, ഏത് ലെവലായിരുന്നു, ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഞാൻ ഈ വരുമാനം പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല, ഇത് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്ക് എല്ലാ നാട്ടിലും ഫെസിലിറ്റി ഉണ്ട്. അഗ്രി ട്രെയിനിങ് ഉണ്ട്, ബ്യൂട്ടി ട്രെയിനിങ് ഉണ്ട്. ഇതൊന്നും പോയി അറ്റൻഡ് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ നമ്മളോട് ചോദിക്കും മുഖക്കുരു വന്നാൽ എന്താ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ കൃഷിക്ക് നെല്ലിന് എന്താ ഉപയോഗിക്കുന്നത്, കൃഷിക്ക് എന്താ ഉപയോഗിക്കുന്നത് വെച്ച് നമ്മളോട് ചോദിക്കാം. നിങ്ങളാണ് ഇത് എനിക്ക് പറഞ്ഞത്. എനിക്കിതൊന്നും അറിയാത്തതാണ്. ഞാനിതൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. അഗ്രി പ്രൊഡക്റ്റ് ഞാൻ കണ്ടിച്ചു പോലില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളത് പഠിക്കണം, തയ്യാറാണ് കേട്ടോ. എന്തെങ്കിലും ചോദിക്കണോ? ഒരു 5 മിനിറ്റ്. ആർക്കും ഒന്നും മിണ്ടാന്നില്ലല്ലോ. റെഡിയാണോ? ഞാൻ പറഞ്ഞ കാര്യം റെഡിയാണോ? ഞാൻ ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, ഓവർ ബൾക്ക് പർച്ചേസിങ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പിന്നും ആഗ്രഹിക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ, ചില ആൾക്കാർ മനസ്സിൽ അവസാനം പോയിട്ട് കുറേ പർച്ചേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ പർച്ചേസ് ചെയ്താവാം, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്താവാം, അങ്ങനെ ആ ചിന്തിക്കലുണ്ടോ.
നമ്മളുടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ഒരു ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മേലെ ടോപ്പിൽ ലീഡർമാർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി. നമ്മുടെ ടോപ്പിലുള്ള വലിയ വലിയ ലീഡേഴ്സുമാർ നമ്മുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അടുത്ത പെന്നി അച്ചീവ് ചെയ്യണം, സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്യണം, കാർ ഫണ്ട് വാങ്ങിക്കണം, ക്രൗൺ പിടിക്കണം, അതൊക്കെ പറയും. എന്നോട് UCD പിടിക്കാൻ വേണ്ടി കുറേ ദിവസമായി, 5-6 മാസമായി UCD പിടിക്കാൻ പറഞ്ഞു മേടിക്കും. ഞാൻ പറഞ്ഞു അതൊക്കെ ഓട്ടോമാറ്റിക് ആയിക്കോളും എന്ന് പറഞ്ഞിരിക്കും. എന്നെ എപ്പോഴും മെസ്സേജ് എനിക്ക് രാജീവ് അയച്ചു കൊടുത്തു തന്നില്ല. 5-6 വീഡിയോ അയക്കും. ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം ഇന്ന ലെവൽ പിച്ച്, അടുത്ത 2 മാസം കൊണ്ട് ആ ലെവൽ പിച്ച് അടിക്കണം എന്നൊക്കെ, എനിക്ക് UCD പിടിക്കണം DCD പിടിക്കാനൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഒന്നും റിപ്ലൈ പോലും കൊടുത്തില്ല. ആവശ്യമില്ലാതെ ഒന്നിലും നമ്മൾ പൈസ കളയരുത് കേട്ടോ. പൈസ കളഞ്ഞിട്ട് ഒരു പിന്നും വേണ്ട. അത് ആ മാസമേ കിട്ടില്ല, അടുത്ത മാസം കിട്ടത്തില്ല. ഓക്കെ, പേരിന് വേണ്ടിയിട്ടൊന്നും ആവാതിരിക്കുക, പേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇത് രാജീവ് ചേട്ടൻ ഒരു റെക്കോർഡ് വീഡിയോ കിട്ടിയോണ്ട് ഒരു സംഭവം നടന്നുകൊണ്ട് ഞാൻ മാത്രം ഇത് പറഞ്ഞു തരുന്നു. ഓക്കെ, ഇത് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ആരുടെയും മോട്ടിവേഷനിൽ കൊണ്ട് ഒരു പിന്നിലേക്കും പോകാതിരിക്കുക കേട്ടോ. ഞാൻ പല ആൾക്കാരുടെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് പലത് ക്വാളിഫൈ ചെയ്യിപ്പിക്കാറ്. കാരണം അത് തിരിച്ചടുത്ത മാസം അതേ വരുമാനം വരാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു മാസം മാത്രം ഒരു വരുമാനം കിട്ടിയിട്ട് പിന്നെ കാര്യം, തിരിച്ച് രണ്ടാമത്തെ മാസം ആ വരുമാനം വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ടീമിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പുതിയ 8ാമത്തെ ടീം കഴിഞ്ഞ മാസം ബ്രോൺസ് ആയിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈ മാസം റീക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം അത് ടീം ബിൽഡിംഗ് പോണ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ മുന്നേയൊക്കെ നമ്മൾ ചെയ്യുന്നത് പേരിന് ബ്രോൺസ് ആയിട്ട് ആവും. പിന്നെ ഒരു കൊല്ലം വരെ റീക്വാളിഫിക്കേഷൻ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ടീമിൽ. ഒരു കൊല്ലമായിട്ട് റീക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. പക്ഷെ അത് അന്ന് അവർ ബ്രോൺസിലായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല. ഇപ്പം നമുക്ക് നല്ല എക്സ്പീരിയൻസിലാണ് ഞാൻ ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസിൽ പഠിച്ചിട്ട് അത് ഞാൻ എഴുതി വെച്ചിട്ടാണ്. ഇത്ര PV വന്നാലേ അവർക്ക് ആ വരുമാനം കിട്ടത്തുള്ളൂ. ഞാൻ ബോണസ് പറയാറുണ്ട്, ഇത്ര വരുമാനം കിട്ടുമെന്ന് പറയാറുണ്ട്. അല്ല, പല ആൾക്കാരും ഞാൻ പറയും ബ്രോൺസ് സെലക്ടറും ഈ വരുമാനം കിട്ടത്തുള്ളൂ. 4000, 3500, 4500, 5000 ആ റേഞ്ച്, അത് ഒരാൾ PV അനുസരിച്ച് ഞാൻ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബ്രോൺസ് സെലക്ടർ 4000 എന്ന് മനസ്സിൽ കണ്ടാൽ മതി. 3500, 4000 ആ വരുമാനം കാണാൻ പറ്റും ബ്രോൺസിൻ്റെ. ടീം ബിൽഡിംഗ് ബോണസ് ആണെങ്കിൽ 7000, 8000. ഓക്കെ, ആ രീതിയിൽ കണ്ടിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഒന്നും ആർക്കും സംസാരിക്കാനൊന്നുമില്ല അല്ലേ? ഞാൻ പറഞ്ഞ ഇന്ന് ചെയ്ത് ഓക്കെയാണോ? എല്ലാവരും കൂടെ നിൽക്കാൻ തയ്യാറാണോ? 73 പേരും പുതിയ ആൾക്കാർ, ഇന്നലെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിലും പുതിയ ആൾക്കാർ, ഞാൻ പേര് വിളിക്കുമ്പോൾ അത് വിഷമമാണ് വെച്ചിട്ടാണ്. കൃഷ്ണപ്രിയ, അതുപോലെ ബിന്ദു, MC സുധീഷ്, അതുപോലെ ഷീജ മാഡം, ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പുതിയ ഉണ്ട് കേട്ടോ. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഷാനുക്ക് എല്ലാം മീറ്റിങ്ങിലുള്ളതാണ്. അലീമ മാഡം കഴിഞ്ഞ മാസം വിട്ടുപോയി. ഈ മാസം നമുക്കത് ജനുവരി മാസത്തിൽ പിടിക്കണം. അതുപോലെ 2-3 ആൾക്കാർ ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ ജനുവരി മാസം പിടിക്കാം. ഓക്കെ, അതിന് നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് ഇരിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുക. അശോകൻ ചേട്ടാ ഒന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നു കേട്ടോ. 1-2 ആൾക്കാർ ടീമിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇരിക്കുക. സുഷിതയോട് പറഞ്ഞാൽ മതി. ഓക്കെ, റംലയൊക്കെ എനിക്കൊന്നും പരിചയമില്ലാന്ന് തോന്നുന്നു. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ, മെഹ്റബാനൊക്കെ എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഫൗസിയ, ബീന അല്ലേ? ഓക്കെ, ഇതിൽ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ കുറവാന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ വെറും പാവാട്ടോ. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടോ. പിന്നെ ഇയാളോട് സംസാരിക്കും, ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാറിനോട് സംസാരിക്കാൻ പേടി കൊണ്ടാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ. ഞാൻ നിങ്ങളെക്കാളും വെറും പാവാണ്. സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മെസ്സേജ് അയക്കുക കേട്ടോ. ആർക്കെങ്കിലും എന്നോട് സംസാരിക്കാൻ മടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഞാൻ പറയും. മുകുന്ദ സാർ എന്താ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നെണ്ണം സാറിന് ചോദിച്ചു. അറിയുന്ന ആരും മീറ്റിംഗ് കയറുന്നില്ല, എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന്. അല്ല, അത് തന്നെ എല്ലാവർക്കും പ്രശ്നം. മീറ്റിങ്ങിൽ കയറുമ്പോൾ രക്ഷപ്പെട്ടില്ലേ മൂന്നട്ട? മീറ്റിങ്ങിൽ കയറുമ്പോൾ നമ്മൾ ബിസിനസ് വിജയിച്ചില്ലേ? ഈ ഭാഗ്യമുള്ള ആൾക്കാർക്ക് ഇതിനൊരു ഭാഗ്യവും ഒരു ഇതട്ടോ. ഈ ബിസിനസ്സിന് ഒരു ഭാഗ്യം കൂടിയുണ്ട്. നമുക്കൊരു സമയം തെളിഞ്ഞു വരിക. ഒരു സമയമാകുമ്പോഴേ ആൾക്കാർ വരുള്ളൂ. ആ ഭാഗ്യമാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഭാഗ്യം തെളിഞ്ഞു വരും. പിന്നെ പിന്നെ നമ്മളെ കൂടെ വന്ന വ്യക്തിയില്ലേ, ആ വ്യക്തിക്ക് ഒരു ഭാഗ്യമുണ്ടോ? ആ ടീം വളർന്നു പോകും കേട്ടോ. ഒരു സമയം വരും ആൾക്കാർ വരാൻ വേണ്ടി. മീറ്റിങ്ങിലേക്ക് വരാൻ മടി വരുന്നല്ല. ഈ മീറ്റിംഗ് കയറി, സൂം മീറ്റിംഗ് കയറി, മറ്റേ ഫോറവർ പോലത്തെ കമ്പനിക്ക് സൂം മീറ്റിംഗ് 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമേ അവർ കാര്യം പറയുന്നുള്ളൂ. ആ ഒരു പേടിയാണ്. 5 മീറ്റിംഗ് കഴിഞ്ഞാൽ പോലും എന്താ ചെയ്യുന്നത്? അവർ ഒരു വെളിവും വില്ലേജ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവർ 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടും ഒന്നും അറിയുന്നില്ല. ആ ഒരു മനുഷ്യന് പുതുതായി വരുന്ന വ്യക്തിക്ക് ക്ഷമ ഇല്ലേ? ക്ഷമ നശിച്ചിരിക്കുന്ന ആൾക്കാർ. അവരോടാണ് നിങ്ങൾ പോയി പറയുന്നത് സൂം മീറ്റിംഗ് കയറാൻ പറ്റും. വീണ്ടും 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അവർ പ്രതീക്ഷിക്കുന്നതാണ്. പറ്റുമെങ്കിൽ അവരോട് പറയും ഇത് ഫോറവർ അല്ല എന്ന് പറഞ്ഞു വയ്ക്കും. അവർ ചിലപ്പോൾ കയറിയേക്കും. പേടിക്കേണ്ട, ഫോറവർ പോലെ അല്ല. 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ കയറിയാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും, പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ റെക്കോർഡ് സെഷൻ അയച്ചു കൊടുക്കും. റെക്കോർഡ് സെഷൻ അയച്ചു ഒരുപാട് ജോയിനിങ് നടക്കുന്നത് ഇപ്പോൾ. എൻ്റെ ആ റെക്കോർഡ് സെഷൻ അയച്ചു എത്ര ജോയിനിങ് ഇപ്പോൾ നടക്കുന്നറിയോ?
ഇപ്പൊ എനിക്ക് പല ആൾക്കാർ മെസ്സേജ് സാറിന്റെ റെക്കോർഡ് സെഷൻ അയച്ചിട്ട് ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ ദിവസവും ആൾക്കാർ മെസ്സേജ് അയക്കും, ആ റെക്കോർഡ് സെഷൻ അയച്ചപ്പോൾ ആൾക്കാർ ജോയിനിങ് ആയെന്ന് പറഞ്ഞു. എല്ലാവർക്കും ജോയിനിങ് ആയി. ഇപ്പോൾ സൂമിലേക്ക് ആൾക്കാർ ഇപ്പോൾ കുറയാൻ തുടങ്ങി. റെക്കോർഡ് സെഷനിൽ ഇപ്പോൾ ജോയിനിങ് നടക്കുന്നത്. ഇപ്പോൾ ജോയിനിങ് ആയ ശേഷം മീറ്റിംഗിൽ വരുന്ന ആൾക്കാർ കൂടുതൽ. അതും ചെയ്തോളൂ. അങ്ങനെ നിങ്ങൾക്ക് സൂമിലേക്ക് വരാൻ മടിയുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോയിരുന്നിട്ട് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കും. നിങ്ങൾ അവിടെ പോയിരുന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവർ അവിടെ നിന്ന് കേട്ടോളൂ. കരീം ഖാൻ എന്തെങ്കിലും സംസാരിക്കണോ? ഞാന് ചേർക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ചേരാൻ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ മീറ്റിംഗിൽ രാവിലെയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവർക്ക് മദർസ ഉണ്ട്. ആ സമയത്താണ് മദർസ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക സാറേ? രാവിലെ വേണ്ട, നമുക്ക് വൈകുന്നേരം കിട്ടിയാൽ മതി. വൈകുന്നേരം കിട്ടിയതോ? രാവിലത്തെ വേണമെങ്കിൽ നമുക്ക് ഈ രാവിലത്തെ റെക്കോർഡ് സെഷനാണ്, ഇത് അവർക്ക് അയച്ചു കൊടുത്തില്ല. എപ്പോഴും സമയമുള്ള സമയത്ത് കേട്ടാ പോരെ. രാവിലെയും വൈകിട്ടാണ് അവർക്ക് ക്ലാസ്. രാത്രി 9 മണിക്ക് ഉണ്ടാവും. രാത്രി 9 മണിക്ക് ഫ്രീ അല്ല. 9 മണിക്ക് ഫ്രീ ഉണ്ടാവും. 9 മണിക്ക് മീറ്റിംഗ് കയറിയാൽ മതി. ആ ഒരൊറ്റ മീറ്റിംഗ് മതി. വേറെ 2 മണിക്ക് വേണ്ട, 5 മണിക്ക് വേണ്ട. രാവിലത്തെ ഞാൻ റെക്കോർഡ് തരാം. ഓക്കെ. പിന്നെ എത്രയും പെട്ടെന്ന് കരീംക്ക് ചെയ്യേണ്ടത്, കല്യാണത്തിന് തിരക്ക് കഴിഞ്ഞ ഉടനെ മനോജ് സാറിനെ വിളിക്കാം. കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിരുന്നുകാരും മറ്റേ കുറേ തിരക്കുണ്ടോ എനിക്ക് അറിയാം. എങ്കിലും ബിസിനസ് മനസ്സിൽ വിടാതെ കരീംക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടെങ്കിൽ മകന്റെ കല്യാണം കഴിഞ്ഞാൽ ഷോപ്പ് പൂട്ടി വെക്കുന്നില്ലല്ലോ. അവിടെ നമ്മളതിന്റെ പുറകെ പോലെ ഷോപ്പിലേക്ക് പോലെ അതേ രീതിയിൽ കാണാം കേട്ടോ ബിസിനസ്സിന്. കാരണം ഞാൻ മനസ്സിലാക്കി എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട്, ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% അത് വിജയിക്കും കേട്ടോ. മനോജ് സാറിന് അത്രയും പെട്ടെന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ചിന്തിക്കുക, വെറുതെ ഒരു പ്ലാൻ കാണിക്കാതെ മനോജ് സാറിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അവരെ ഒന്നും കൂടി ഇരുത്തി രണ്ടാമത് അവരെ പോയി കാണാനും സംസാരിക്കാനും ഒരു ജോയിനിങ് ആക്കാൻ രീതിയിൽ തന്നെ മനോജ് സാറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് ബ്രോൺ സെലക്ടർ ആവാം, കുഴപ്പമില്ല. അതിനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കയ്യിൽ പൈസ മുടക്കി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പൈസ മുടക്കാതെ തന്നെ പൈസ മുടക്കാതെ ചെയ്യാം, അതാ നല്ലത്. പൈസ മുടക്കുമ്പോൾ മടി വരും. അപ്പൊ അതെല്ലാം പൈസ മുടക്കാൻ മടിയുണ്ടായിട്ടില്ല, പക്ഷെ പൈസ കയ്യിലില്ല. അതാണ് നമുക്ക് മുടക്കാൻ. ഇപ്പൊ വേണ്ട, കല്യാണത്തിനൊക്കെ കഴിഞ്ഞല്ലേ, അതൊക്കെ കഴിയട്ടെ. പൈസ മുടക്കാൻ നമുക്ക് ഹയർ പെന്നിലേക്ക് പോകുമ്പോൾ കാർ ഫണ്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പൈസ മുടക്കാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഔട്ട്ലെറ്റൊക്കെ ആക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ മാസം ബ്രോൺ സെലക്ടർ ആകാൻ പറ്റുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 12% കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അപ്ലയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. 12% കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അവരുടെ പേര് നോട്ട് ചെയ്യും. എന്നിട്ട് പറ്റും അവരോട് എൻ്റെ കൂടെ ഇരുത്തിക്കോ കേട്ടോ. നമുക്ക് ചെയ്യാം. ഈ മാസം നമുക്ക് നല്ല ഒരുപാട് ക്വാളിഫിക്കേഷൻ ഇടണം. ഞാൻ വിചാരിക്കുന്നത് ദിവസം 3-4 ഫാസ്റ്റ് ആർഡ് 8% ഫോട്ടോ ഗ്രൂപ്പിലിടണം. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുറ്റബോധം തോന്നണം. ഇന്ന് ഫോട്ടോ ഒന്നും വന്നില്ലല്ലോ ഫാസ്റ്റ് ആർഡ് 8% എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. എനിക്കിപ്പോൾ കഴിഞ്ഞ മാസം മുഴുവനായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ ചോദിക്കാൻ തുടങ്ങി, ഫോട്ടോ അയക്കും. ഞാൻ ഇന്ന് ഇടാൻ ഫോട്ടോ റെഡിയാക്കി വെച്ചിരിക്കുക. ഇന്നലെ രാത്രി കുറേ പോസ്റ്റ് ഉണ്ടാക്കി ഇന്ന് ഇടാൻ വേണ്ടി. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭ്രാന്ത് വരാൻ തുടങ്ങി, അസൂയ വരാൻ തുടങ്ങി. അത് അവർ അസൂയ കൂട്ടി വരണം. അതിനോട്ടാണ് നമുക്ക് ഒരുപാട് കണ്ണുകൊള്ളും, ആൾക്കാർ കണ്ണൊക്കെ തട്ടുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വിഷയമാക്കണ്ട. നമ്മൾക്കതെല്ലാം അത് പിടിച്ചിരിക്കുന്ന പ്രതിരോധ ശേഷി നമുക്ക് കൂടുതലാണ്. നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. തൽക്കാലം സമയം അധികമാക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ബാക്ക് ടു വിനോദ് സാർ. നാളത്തെ CP ഒന്ന് വിനോദ് പ്രൊമോഷൻ ചെയ്യുക. എല്ലാവരും നാളെ നമുക്ക് 100 ആക്കണം. അതിനെ എന്നോട് സപ്പോർട്ട് ചെയ്യണം. 100 ആക്കണം കേട്ടോ. നാളത്തെ CP നാളെ ഒന്ന് സംശയം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് കൺഫേം ആക്കിയിട്ടില്ല. കാരണം വിന്നിങ് ടീമിലെ ചിലപ്പോൾ ന്യൂ ഇയറിന് അവർ ചിലപ്പോൾ ഭരതേട്ടനെ കൊണ്ടോ ജ്യോതിഷ് സാറെ കൊണ്ടോ ഒന്നും ചെയ്യിപ്പിക്കാറുണ്ട്. അതൊന്ന് കൺഫേം ആക്കിയ ശേഷം ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇടാം. നാളെ വിന്നിങ് ടീമിൽ ഇല്ല എങ്കിൽ സുഷിത മേഡമാണ് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടോ കേട്ടോ. താങ്ക് യു ഷാജി സാർ. അപ്പൊ എല്ലാവരും ഷാജി സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ മുറുകെ പിടിക്കുക. ഒരു കാരണവശാലും ഇതിൽ നിന്ന് കിട്ടിയാതെ പോവുക. അപ്പോൾ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ടീം മീറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് ഇരിക്കേണ്ടവരൊക്കെ പേഴ്സണലായിട്ട് ഇരിക്കുക. അത് ആ സമയത്ത് സാറ് കൃത്യമായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഏത് ലെഗിൽ പോയിട്ട് വർക്ക് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഒരു ഗ്രൂപ്പ് ആകുന്ന സമയത്ത് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ ടീമായിട്ട് ഇരിക്കുമ്പോഴും അതുപോലെ പേഴ്സണൽ സിറ്റിംഗ് ഇരിക്കുമ്പോഴും അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അതിന് എല്ലാവരും ഈ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ CP എല്ലാവരും പ്രൊമോഷൻ ചെയ്യുക. എല്ലാ ടീമിലും എല്ലാ ഗ്രൂപ്പിലും
നിങ്ങളുടെ ഓരോ പേഴ്സണൽ ഗ്രൂപ്പിലും അത് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരുടെ എണ്ണം കൂട്ടി കൊണ്ടുവരുമ്പോഴാണ്. കാരണം CP നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ട്രെയിനിങ്സ് പഠിപ്പിക്കുന്നുണ്ട്. നാളെ മുതൽ ഓരോ ലീഡേഴ്സും നമ്മളെ CP ചെയ്യാൻ വേണ്ടി പോകണം. നാളത്തെ CP സാറ് പറഞ്ഞതുപോലെ തന്നെ വേറെ മറ്റ് മീറ്റിങ്ങുകളൊന്നും ഇല്ലെങ്കിൽ സുഷിത മാഡം മറ്റും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും പ്രൊമോഷൻ ചെയ്യുക, CP പ്രൊമോഷൻ ചെയ്യുക, ഓരോ മീറ്റിങ്ങും പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ ഈ 2026 ഉണ്ടാക്കി നല്ലൊരു വിജയം ഓരോ വ്യക്തികളിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഇയർ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ്വൽ ഹാവ് എ നൈസ് ഡേ.